നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കാണാത്തവർ, അത് വീഡിയോസ് ഒന്നും കാണാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പൊ നമുക്ക് വളരെ ചൂടാണല്ലോ അല്ലേ? അപ്പോൾ ചൂടിന് പറ്റിയ, തണുപ്പിക്കാൻ പറ്റിയ നമുക്ക് ഏതാണ് മാസ്ക് എന്ന് ചോദിച്ചു, പാക്ക് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം ഇങ്ങനെ ഓരോ സീസണിനും വേണ്ടിയിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഇന്നത്തേക്ക് ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പാക്ക് ഏതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. കൂടാതെ തലയോട്ടും ഒക്കെ തലയൊക്കെ ഭയങ്കര ചൊറിച്ചിലാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചൊറിച്ചിലുണ്ടാവുന്നത് ചിലപ്പം മിക്കവാറും താരനുണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ ബാലൻസ് ഉണ്ടാവാം. ഇതിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചൊറിച്ചിലുണ്ടാവാം. ഇതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ ചൊറിച്ചിൽ കൂടുന്നത് എന്തുകൊണ്ടിട്ടാണെന്നുള്ളത്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ തലയ്ക്കും ഉള്ള ചൊറിച്ചിലിന് വേണ്ടിയിട്ടും, അതുപോലെ ഇപ്പോഴത്തെ ഈ ഹോട്ട് സീസൺ അല്ലേ, ചൂട് സീസണിന് പറ്റിയ ഏറ്റവും ഉത്തമമായ, നമുക്ക് ഒറ്റ പാക്കിൽ ഇത് രണ്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചൊറിച്ചിലിനും പിന്നെ ഈ ചൂട് കാലത്ത് തലയും തലമുടിയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ പാക്ക്. അതായത് നമ്മൾ രാവിലെ എണീറ്റിട്ട് ചെറുപയറുണ്ടല്ലോ, ഗ്രീൻ ഗ്രാം, അപ്പോൾ ആ ചെറുപയർ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ചെറുപയർ കുതിർത്തി വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഇതൊരു കോട്ടൺ തുണിയിൽ കെട്ടിവെക്കും. ഈ ചെറുപയർ ഒരു കോട്ടൺ തുണിയിൽ കെട്ടിവെക്കുക. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ അതിലൊക്കെ മുള പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ മുള വന്ന, അതായത് മുളപ്പിച്ച ചെറുപയറിൻ്റെ കൂടെ ആര്യവേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ പൊടിയോ, നീം എന്ന് പറയും, നീം ലീഫോ അല്ലെങ്കിൽ നീം പൗഡറോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നീം പൗഡർ ആണെങ്കിൽ ആദ്യം ഈ മുളപ്പിച്ച ചെറുപയർ ഒന്ന് അരച്ചെടുത്തിട്ട് അതിൽ ഈ നമ്മൾ നീം പൗഡർ, അതായത് ആര്യവേപ്പിൻ്റെ നമുക്ക് പൗഡറായിട്ട് കിട്ടും കേട്ടോ, അത് 1-2 സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഈ അരച്ച ചെറുപയറിൽ മിക്സ് ചെയ്തിട്ട് തലമുടിയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷം വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി അതല്ല ആര്യവേപ്പിൻ്റെ ഇലയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചരയ്ക്കാം. ഈ ചെറുപയറും അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഒന്നിച്ച് അരച്ചിട്ട് നമ്മൾ കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഈ പറഞ്ഞ പോലെ പൊടിയാണെങ്കിൽ ആദ്യം മുളപ്പിച്ച ചെറുപയർ അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പൊടി മിക്സ് ചെയ്താൽ മതി, ആര്യവേപ്പിൻ്റെ പൊടിയാണെങ്കിൽ. അല്ല ആര്യവേപ്പിൻ്റെ ലീഫാണെങ്കിൽ, ഇലയാണെങ്കിൽ നമ്മൾ ഈ മുളപ്പിച്ച ചെറുപയർ അരയ്ക്കുന്നതോടുകൂടി നമുക്ക് ലീഫ് ഇട്ട് അരച്ചിട്ട് കോട്ടൺ തുണി, എന്തായാലും കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചെറുപയറിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ നമുക്ക് തലമുടിയിലും തലോട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയുമ്പോൾ പോയിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും കാണിച്ചു തരുന്ന പോലെ നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഇത് തലത്തേക്ക്. ഇങ്ങനെ ആഴ്ചയിൽ നമുക്ക് 2 തവണ ചെയ്യാം കേട്ടോ. 2 തവണ ചെയ്യുമ്പോഴത്തേക്കും തലവേദനയൊന്നും ഉണ്ടാവില്ല. കാരണം തലയ്ക്ക് നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ ഈ പാക്ക് തേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം കൂളിംഗ് ആവും. സ്കാൽപ്പ് കൂളിങ്ങിനും ഡാൻഡ്രഫിനും പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒറ്റ പാക്കാണ് കേട്ടോ. നമുക്കിത് രണ്ടിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപയർ മുളപ്പിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. മുളപ്പിച്ച ചെറുപയർ പ്രോട്ടീൻ കൂടും കേട്ടോ. അപ്പോൾ അത് ഹെയർ ഗ്രോത്തിനും കൂടി നല്ല ഗുണമായിരിക്കും, തണുപ്പും ഉണ്ടാവും തലയ്ക്ക്. ഇത് തന്നെ നിങ്ങൾക്ക് മുളപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. ചെറുപയർ മുളപ്പിച്ചിട്ട് വെറുതെ ഒന്ന് കഴിക്കാം, അതല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അത് അകത്തേക്കുള്ള കുളിങ്ങിനുമായി. നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കണം, എന്തൊരു ചൂടാല്ലേ. അപ്പോൾ ആ ചൂട് സമയം ധാരാളം വെള്ളം കുടിക്കണം,
അത് മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ ചൂട് സമയത്ത് ഒട്ടും നിങ്ങൾ അമാന്തിക്കരുത്. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തണുത്ത വെജിറ്റബിൾസ് അല്ലേ, ഏതൊക്കെയാണ് അത് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക. ഇങ്ങനെയുള്ള ഓരോ ഇത് ദഹനം കൂട്ടാനുള്ള എന്താണോ അത് കഴിക്കുക. പൈനാപ്പിള് ചൂടാണെങ്കിലും ദഹനത്തെ അത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ പീസൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ വെള്ളരിക്ക പോലെയുള്ള സംഭവങ്ങൾ, സാലഡ് കൂടുതൽ കഴിക്കുക, തൈര് ഇട്ടിട്ടുള്ള സാലഡ് കഴിക്കാം. ശരീരം നമ്മൾ അകത്ത് ഇതുപോലെ തണുപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയത്തൊക്കെ വളരെയധികം ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവും, ക്ഷീണം കൂടും അല്ലേ. ഉച്ച സമയം മിക്കവർക്കും ക്ഷീണം തോന്നാറില്ലേ. അപ്പോൾ അത് ക്ഷീണം തോന്നാൻ ഈ ചൂട് കാരണമാണ് കേട്ടോ. നമ്മളുടെ ശരീരത്തിലുള്ള ജലാംശങ്ങൾ പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ഷുഗർ ഉള്ളവര് ഷുഗറിന്റെ മരുന്ന് കഴിക്കും. ഭക്ഷണം നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ഷുഗർ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കാം. മിക്ക ഷുഗറുള്ള ആൾക്കാരുടെയും സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അവർ ഗുളിക ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ കഴിക്കും, പക്ഷേ ഭക്ഷണം കഴിക്കില്ല. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഓൾറെഡി തന്നെ നമ്മളുടെ ഈ ഗുളികയിലൂടെ നമ്മൾ കഴിക്കുമ്പോൾ ഷുഗർ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിലോ ഭക്ഷണവും ഇല്ല, ഷുഗറും താഴ്ന്നു പോകുമ്പോൾ തലച്ചുറ്റലുണ്ടാവും, ബോധക്കേടുണ്ടാവും. വളരെയധികം ഷുഗർ ഡൗൺ ആയാൽ അത് മരണത്തെ പോലും ബാധിക്കും കേട്ടോ. അപ്പോൾ അതായത് എല്ലാവരും ശ്രദ്ധിക്കുക. ഷുഗർ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടിക്കണ്ട കേട്ടോ. കാരണം ഗുളിക കഴിക്കുമ്പോൾ ഷുഗർ ഡൗൺ ആവും, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ പേർക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഷുഗറിനെ പേടിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും, മരുന്നും കഴിക്കും. ഇങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ഉള്ള ഷുഗറിൻ്റെ ലെവല് ബോർഡർ താഴ്ന്നു പോകുമ്പോൾ നമുക്ക് തലചുറ്റലൊക്കെ ഉണ്ടാവാം കേട്ടോ. അതുപോലെ സോഡിയം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രായം ചെല്ലുന്തോറും നമുക്ക് വേണ്ട പ്രോട്ടീനോ സോഡിയം കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ട്. സോഡിയം കുറഞ്ഞ് ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ബോധക്കേട് വന്നിരുന്ന് പോയിട്ടുണ്ട്. കുറേ നേരം കാണാതായിട്ട് മുട്ടി വിളിക്കുമ്പോഴും ആൾക്ക് ബോധമില്ല. അപ്പോൾ ഈ പ്രായം ചെല്ലുന്തോറും നമ്മൾ സോഡിയം എന്താണോ അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ് കേട്ടോ. എപ്പോഴും പറഞ്ഞു തരാറുള്ള പോലെ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക, വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചൂടാണെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല, നല്ല തണുപ്പാണെങ്കിലും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. കാരണം 10 ദിവസം പ്രയാഗ്രാജിലൊക്കെ പോയപ്പോഴുള്ള അനുഭവമാണ് കേട്ടോ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കാശി, അയോധ്യ അവിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിച്ചിരുന്നില്ല. കാരണം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ അതാത് സമയം കഴിച്ചുകൊണ്ടിരുന്നു. കാരണം വെള്ളമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട്, ക്യാരറ്റ് ജ്യൂസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം നമ്മളിങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടും കേട്ടോ. നമ്മുടെ ശരീരം എപ്പോഴും ചൂടിനെയും അതുപോലെ തന്നെ തണുപ്പിനെയും നമ്മൾ എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള നമ്മൾ ജ്യൂസുകളാണെങ്കിലും പാക്കുകളാണെങ്കിലും അതുപോലെ വെള്ളമാണെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അത് നിസ്സാരമായിട്ട് കരുതണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ വെള്ളം കുടിക്കാൻ മടിക്കരുത്. അതുപോലെ നമ്മൾ ചെമ്പരത്തിയുടെ പൂക്കൾ തിളപ്പിച്ച വെള്ളം, അത് ഞാൻ പറഞ്ഞു. അപ്പം അതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അപ്പോഴായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത് കേട്ടോ. മുടിക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും ഒരുപാട് ചൂടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് തണുപ്പുള്ള സമയത്ത് നമ്മളെ ഓവറായിട്ട് ബാധിച്ചിട്ടില്ല. എല്ലാവരും മറ്റേ സ്വെറ്ററൊക്കെ ഇട്ട് ഇരിക്കുമ്പോഴും നമുക്ക് സ്വെറ്റർ ഇല്ലാതെ ഓപ്പണായിട്ട് തന്നെ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് സ്വെറ്റർ ഇടാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ കൂടെയുള്ളവർ പറയുകയും ചെയ്തു, എന്താ ഇതൊന്നും ആവശ്യമില്ലേന്ന്. പക്ഷെ നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓവർ ചൂടും ഓവർ തണുപ്പും വരുമ്പോൾ ബോഡി ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ.
ഒട്ടും തന്നെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ചൂടാണെങ്കിലും ഓവറായിട്ട് തോന്നിയിട്ടില്ല, തണുപ്പാണെങ്കിലും ഓവറായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണങ്ങളിങ്ങനെ പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആരും മടിക്കരുത് കേട്ടോ. മടിക്കാതെ ഈ പറയുന്നത് വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കുക, ഗൗരവത്തിലെടുക്കുക കേട്ടോ. ഇത് തമാശയ്ക്ക് പറഞ്ഞു പോകുന്ന പോലെ ആരും കണക്കാക്കരുത് കേട്ടോ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളും ഞാൻ മുടിയുടെ കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ടും കൂടി അത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഉള്ളവര് ഓരോരുത്തർ അയ്യോ എന്തൊരു ചൂട് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും നമുക്ക് അത്രയ്ക്കൊന്നും ബാധിച്ചിട്ടില്ല ചൂടൊന്നും കേട്ടോ. അതുപോലെ തണുപ്പും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി എടുക്കണം കേട്ടോ. ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളും ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലത്തിലും അതുപോലെ തണുപ്പ് കാലത്തും ഒക്കെ നമ്മളെങ്ങനെ നമ്മളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമുക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമാകും കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ പോയി മരുന്ന് കഴിക്കണ പോലെ അല്ല കേട്ടോ. അതുപോലെ ചിലപ്പോൾ ഡീഹൈഡ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ചൂട് സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ. അപ്പോഴാണ് പെട്ടെന്ന് ഇതുപോലെ ആ സമയത്തും ബോധക്കേട് പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിലേക്കുള്ള വെള്ളം നമ്മൾ അസുഖം വന്നിട്ടല്ല ചെയ്യേണ്ടത്, അതിന് മുമ്പേ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നോളൂ. അപ്പം നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. പ്രശ്നം വേനൽക്കാലം വരുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യരുത് കേട്ടോ. അല്ലാത്ത രീതിയിൽ എന്നും പറയുന്ന പോലെ വേനൽക്കാലമാണെങ്കിലും തണുപ്പ് കാലത്തിലാണെങ്കിലും നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബോഡി ഏത് കാലാവസ്ഥയ്ക്കും അനുകൂലമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുടി. ഇതൊക്കെ ഈ പറയുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് പിന്നീട് അറിയാൻ പറ്റും. അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.